നമ്മൾ പോകുന്നു കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമെന്നതിന് കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് പറയുകയാണ് പോലീസ്. ആക്രമണത്തിന് മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി പ്രതികൾ കൊലവിളി നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി. മുഹമ്മദ് ഷഹബാസിന്റെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഷഹബാസ് പഠിച്ച എളയേറ്റ് MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പണം നൽകുമെന്ന വാർത്തയും ഇതിനിടയിൽ പുറത്തു വന്നു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, നമ്മൾ അതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടികളുടെ ഈ കൂട്ടത്തിന്റെ അവരുടെ ഓഡിയോ മെസ്സേജുകൾ കണ്ടതാണ്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, കണ്ടില്ല, അവന് കണ്ണൊന്നുമില്ല, പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ ഓഡിയോ മെസ്സേജ് നമ്മൾ കണ്ട് ധരിച്ചിരുന്നവരാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിനു മുൻപും സമാനമായ രീതിയിലുള്ള നെഞ്ചക്കെട്ട് കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളും കൊലവിളികളൊക്കെ നേരത്തെയും ഉണ്ട്. കുറേ നാളായുള്ള പ്രോസസ്സാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും ഹഷ്മി, ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷഹബാസിനെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതല്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. നേരത്തെ തന്നെ അവർ ഷഹബാസിനെ ആക്രമിക്കണം, ഷഹബാസിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ വിവരങ്ങളൊക്കെ അവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ അവർ ചർച്ച ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥികൾ, ഈ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതിൽ തന്നെ പറയുന്നുണ്ട് ഷഹബാസിനെ തങ്ങൾ ആക്രമിക്കും, ഷഹബാസിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കും, നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് നിന്നെ പരിക്കേൽപ്പിക്കും, ഷഹബാസിന് പരിക്കേൽപ്പിക്കും എന്ന കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അത് ഈ കേസിൽ ഒരു നിർണായക തെളിവായി മാറുകയാണ്. കാരണം നേരത്തെ വിചാരിച്ചിരുന്നത് അവിടെ ഒരു വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നു, ഈ സംഘർഷത്തിനിടയിൽ ഷഹബാസിന് പരിക്കേൽക്കുന്നു, ഷഹബാസ് മരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഷഹബാസിന് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്, ഷഹബാസിന് പരിക്കേൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇവിടെ എന്തായാലും ഉണ്ടാവുകയാണ്. ഹഷ്മി, ഇന്നിപ്പോൾ സൈബർ സെൽ ഉൾപ്പെടെ ഈ ഷഹബാസിന്റെ താമരശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഷഹബാസിന്റെ ഫോൺ പരിശോധിച്ചിരുന്നു. നിർണായകമായ മറ്റു ചില തെളിവുകൾ കൂടി, ചില കണ്ടെത്തലുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 6 പേരാണ് നിലവിൽ ഈ പ്രതിപ്പട്ടികയിലുള്ളത്. ഒരാളെ കൂടി ഇന്ന് പ്രതി ചേർത്തിരുന്നു. അവർ 6 പേരും ഇന്നിപ്പോൾ വീണ്ടും SLC പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. ഇതിനെതിരെ KSUവിൻ്റെ സമരം ഇന്നും ഉണ്ടായിരുന്നു. വെള്ളിമാടുകുന്നിലെ ഈ ഒബ്സർവേഷൻ ഹോമിന് മുൻപിൽ KSU ഇന്നും പ്രതിഷേധിച്ചു. പോലീസിൻ്റെ നടപടി ഉണ്ടായിരുന്നു. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹഷ്മി, ഷഹബാസിൻ്റെ എപ്പോഴത്തെയും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകുന്നത് കാണാതെയാണ് ഷഹബാസിന് ജീവൻ നഷ്ടമായത്, ഷഹബാസിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഷഹബാസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം ഈ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുകയാണ്. ഇന്നവർ വീട്ടിലെത്തി ഷഹബാസിന്റെ കുടുംബത്തെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും അതൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഷഹബാസ് ഇല്ലെങ്കിൽ കൂടി ആ കുടുംബത്തിനൊരു വീടുണ്ടാകുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്ത തന്നെ. ഏതായാലും ഹഷ്മി, ഈ അന്വേഷണം അതൊരു ഘട്ടത്തിലാണ്, അത് ഒരു നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം.